കുംഭമേളയിലൂടെ പ്രശസ്തമായ മൊണാലിസയ്ക്ക് കേരളത്തിൽ വിവാഹം. എന്നെ മറ്റൊരാളെ വിവാഹം ചെയ്യാൻ നിർബന്ധിച്ച് തുറന്നു പറഞ്ഞു മൊണാലിസ. ദാറ്റ്സ് റിയൽ കേരള സ്റ്റോറി. അല്ലാതെ മൂക്ക് പിടിച്ചുകൊണ്ട് ബീഫും പൊറാട്ടിയും തീറ്റിപ്പിക്കുന്നതല്ല കേരള സ്റ്റോറി. കേരളത്തിൽ അഭയം തേടിയിട്ട് മൊണാലിസയും ഭർത്താവ് ഫർമാൻഖാനും അല്പസമയത്തിനകത്ത് വിവാഹം നടക്കും. വിവാഹം തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. അരുമാനൂർ മൈനാർ ക്ഷേത്രത്തിൽ വെച്ചായിരിക്കും ഇവരുടെ വിവാഹ ചടങ്ങ് നടക്കുന്നത്. തത്സമയ വിവാഹ ദൃശ്യങ്ങളോടൊന്ന് പോവാം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ കാത്തിരിക്കുകയാണ് മൊണാലിസയെ. ഒപ്പം തന്നെ വരനെ അവർ അങ്ങോട്ടേക്ക് എത്തുന്നത് കാത്തിരിക്കുകയാണ്. അവരുടെ പ്രതികരണം അറിയാനാണ് നമ്മളും കാതോർക്കുന്നത്. സിനിമയുടെ ആവശ്യങ്ങൾക്കായാണ് മൊണാലിസയും സുഹൃത്തും കേരളത്തിലേക്ക് എത്തിയത്. രണ്ടുപേരും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവരുടെ കുടുംബം അതിനെ എതിർത്തു. മൊണാലിസയ്ക്ക് മറ്റൊരു വിവാഹം കുടുംബം ആലോചിച്ചു. അത് നടത്താൻ പോകുന്നതിനിടയിലാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കേരളത്തിൽ അഭയം തേടിയത്. രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ അത് കേരളത്തിൻ്റെ സുരക്ഷിത മണ്ണിൽ മാത്രമേ നടക്കൂ എന്ന വിശ്വാസത്തിലാണ് അവർ കേരളം തെരഞ്ഞെടുത്തത്. കേരളത്തിലേക്ക് എത്തിയത്. കേരളത്തിലെത്തി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അവർ ഹാജരായി. അവരുടെ പ്രായം തെളിയിക്കുന്ന രേഖകളൊക്കെ കൈമാറി. പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികളാണ്. അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അത് സംരക്ഷിക്കപ്പെടും എന്ന ഉറപ്പിലാണ് അവർ കേരളത്തിലേക്ക് എത്തിയത്. VV അരുൺ അവിടെ നിന്ന് ചേരുകയാണ്. അരുൺ, മൊണാലിസ ആഗ്രഹിച്ചതുപോലെ തന്നെ മംഗല്യം സാധ്യമായിരിക്കുകയാണ്. അവർ ഒറ്റയ്ക്കല്ല, കേരളം അവർക്കൊപ്പമുണ്ട്. ആ ഒരു വലിയ ജനക്കൂട്ടം തന്നെ നമുക്ക് അവിടെ കാണാം. അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിവാഹം കഴിഞ്ഞിരിക്കുന്നു മൊണാലിസയുടേത്. ഇനി എന്താണ് മൊണാലിസ പറയുന്നത് എന്ന് കാതോർക്കുകയാണ് കേരളം. തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞപ്പോൾ ആശംസകൾ അറിയിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി വി ശിവൻകുട്ടിയും അടക്കമുള്ളത്. അതിനൊപ്പം തന്നെ അവർ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇവർ നേതാക്കളുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്നു. സ്വാഭാവികമായും അവരുടെ രക്ഷിതാക്കൾ കൂടെയില്ല. ഇവിടെ വന്ന പൊതുപ്രവർത്തകർ തന്നെ അവരുടെ രക്ഷാകർതൃ സ്ഥാനം കൂടി ഏറ്റെടുക്കുകയാണ്. മൊണാലിസയ്ക്ക് അങ്ങനെ അവരുടെ ആഗ്രഹം പോലെ കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഇതാ നേരത്തെ CPM നേതാവ് പറഞ്ഞതുപോലെ, റഹീം പറഞ്ഞതുപോലെ, വിവാഹം സ്വർഗത്തിൽ നടക്കുന്നുവെന്ന സങ്കല്പം ശരിയെങ്കിൽ അത്തരം ഒരു സ്വർഗമാണ് കേരളം. ആ സ്വർഗത്തിൽ അവരുടെ വിവാഹം നടന്നിരിക്കുന്നു. ക്ഷേത്രത്തിൽ ഗുരുദേവൻ ബാലാലയ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ ഗുരുദേവ ദർശനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വെച്ച് രണ്ട് മതത്തിൽപ്പെട്ട, രണ്ട് വിശ്വാസത്തിൽപ്പെട്ട യുവതി യുവാക്കൾ അവർ ഒന്നായിരിക്കുന്നു. അവരുടെ വിവാഹം നടന്നിരിക്കുന്നു. ഇനി ആശംസകൾ അർപ്പിക്കേണ്ട സമയമാണ്. CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് ആശംസ അർപ്പിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടിയുണ്ട്. ഇനി അവരുടെ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരുപക്ഷെ രക്ഷാകർത്താക്കളുടെ സ്ഥാനത്ത് ഈ CPM നേതാക്കൾ ഇവിടെയുണ്ട്. സംസ്ഥാന മന്ത്രിയുണ്ട്, MLA മാരുണ്ട്, MP മാരുണ്ട്. ആ രീതിയിൽ CPM പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ട് നാട്ടുകാരുണ്ട്, വിവിധ മതസ്ഥരായ നാട്ടുകാരുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന നാട്, ധൈര്യമായി ജീവിക്കാൻ കഴിയുന്ന നാട് എന്ന കേരളത്തിന്റെ പ്രശസ്തി അത് ഒന്നുകൂടി വർദ്ധിക്കുന്ന, അല്ലെങ്കിൽ ആ പേരിന് ഒന്നുകൂടി മാറ്റുകൂട്ടുന്ന തരത്തിലുള്ള ഒരു വിവാഹമാണ്. തികച്ചും മതേതരമായ വിവാഹം. അതും ഉത്തരേന്ത്യയിൽ നിന്ന്, രണ്ട് സംസ്ഥാനങ്ങളിൽ, മഹാരാഷ്ട്രയിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുള്ള യുവതി യുവാക്കൾ അവർ അവരുടെ വിവാഹത്തിന്, അവരുടെ പ്രണയ സാഫല്യത്തിന് തിരഞ്ഞെടുത്ത സ്ഥലമായി കേരളം മാറുന്നു. ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രം അതിന് ഇടമൊരുക്കുന്നു, അതിന് വഴിയൊരുക്കുന്നു. അവരുടെ വിവാഹം അങ്ങനെ ഗുരുദേവ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ എല്ലാ ജാതി മതസ്ഥരെയും ഒന്നുപോലെ കാണാൻ, എല്ലാ ജാതി മതങ്ങളുടെയും സ്ഥാനം ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ഈ രണ്ട് ഉത്തരേന്ത്യക്കാർ വിവാഹിതരാകുന്നു. എല്ലാവരും ഭാരതീയരാണ്. അവർക്ക് എവിടെയും ഇത്തരത്തിൽ നിയമാനുസൃതം വിവാഹം കഴിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാനാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. മൊണാലിസയുടെ പ്രതികരണം. മൊണാലിസയുടെ ആദ്യ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി വി ശിവൻകുട്ടിയും ചേർന്ന് ഒരു ഉപഹാരം ഇരുവർക്കും നൽകി. ഇരുവരുടെയും ചിത്രങ്ങളുള്ള ഒരു ഫോട്ടോയാണ് നൽകിയിരിക്കുന്നത്. അതിൽ ദ റിയൽ കേരള സ്റ്റോറി എന്ന് എഴുതിയിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഉപഹാരം അവർക്ക് നൽകിയിട്ടുണ്ട്. എല്ലാവരും അവരുടെ വിവാഹത്തിന് സാക്ഷികളായി വലിയൊരു ജനക്കൂട്ടമുണ്ട്. അവർ ഒറ്റയ്ക്കല്ല, കേരളം അവരെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും മൊണാലിസയുടെ ആദ്യ പ്രതികരണം കാക്കുകയാണ് നമ്മൾ. മൊണാലിസയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നത് കാക്കുകയാണ്. അതിനുള്ള നിമിഷങ്ങളാണ്. അല്പസമയത്തിനകം തന്നെ അതിലേക്ക് നമുക്ക് എത്താം. ഏതായാലും മൊണാലിസ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു വിവാഹമാണ് ഇപ്പോൾ സാധ്യമായിരിക്കുന്നത്.
മൊണാലിസ ആഗ്രഹിച്ചതുപോലെ അവർക്ക് ആഗ്രഹിച്ച പുരുഷനെ കല്യാണം കഴിക്കാൻ പറ്റിയിരിക്കുന്നു. അതിന് എല്ലാവിധത്തിലുമുള്ള സുരക്ഷിതമായ ഇടം തേടി കേരളത്തിലെത്തിയ മൊണാലിസ ആഗ്രഹിച്ചതുപോലെ ഒരു വിവാഹം സാധ്യമായിരിക്കുന്നു. അരുൺ തുടർന്നോളൂ. രേണുക, അവരുടെ പ്രതികരണം ഉടൻ ഉണ്ടാകും. അവർ ഇവിടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. പ്രതികരണത്തിന് അവരുടെ ഏത് സാഹചര്യത്തിൽ വിവാഹം നടന്നു, എന്താണ് അവരുടെ അനുഭവം, എന്തുകൊണ്ട് കേരളം തിരഞ്ഞെടുത്തു, എന്തുകൊണ്ട് അരിമാനൂർ നയന ക്ഷേത്രം തിരഞ്ഞെടുത്തു, എന്താണ് അവർ കേരളത്തിലുള്ള വിശ്വാസം, എന്തുകൊണ്ട് അവർ ഇത്തരത്തിൽ ഇവിടെ തന്നെ വിവാഹിതരാകാൻ തീരുമാനിച്ചു, എന്തുകൊണ്ട് വീട്ടുകാർ പ്രണയത്തിന് എതിര് നിന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവരുടെ ഒരു വ്യക്തത വിശദീകരണം ഉണ്ടായേക്കും. അവർ അക്കാര്യങ്ങൾ വ്യക്തമാക്കും. അവരുടെ പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും. മൊണാലിസയും ഫർഹാനും ഇവിടേക്ക് വരികയാണ്. അവരുടെ പ്രതികരണങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്ലീസ്. മൊണാലിസ മുന്നിലേക്ക് എത്തുകയാണ്. വിവാഹിതയായ മൊണാലിസയാണ് നമ്മൾ കാണുന്നത്. സിന്ദൂരക്കുറിയുമായി മൊണാലിസ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ്. വലിയ തിരക്കുണ്ട്. മൊണാലിസ പോലും ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇതുപോലെ ഒരു ചടങ്ങ്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു മൊണാലിസ. വണ്ടി വരട്ടെ ഇങ്ങോട്ട്, വണ്ടി വരട്ടെ ഇങ്ങോട്ട്. ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം നേതാക്കളൊക്കെ മടങ്ങുകയാണ്. എ റഹീമും CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവാഹം കഴിഞ്ഞു. അവർക്ക് ആശംസകൾ അറിയിച്ചിട്ടാണ് നേതാക്കൾ മടങ്ങുന്നത്. മൊണാലിസ സംസാരിക്കുമോ മാധ്യമങ്ങൾക്ക് മുന്നിൽ? അതിനുവേണ്ടിയാണ് എല്ലാവരും കാക്കുന്നത്. അവരെ ആവശ്യമില്ലേ? केरला मुझे अच्छा लगा। यहाँ के लोग बहुत ही अच्छे हैं, इसीलिए। दीदी, आज आपका शादी हो चुका है, प्यार का रंग में भरा है आज, कैसा फील हो रहा है? अच्छा, बहुत अच्छा। यहाँ आकर शादी करने का डिसीजन कैसा लिया? नहीं, हम दोनों लव करते थे। मोनालिसा, हम घूमने के लिए आए, इधर घूमने के लिए आए क्योंकि हम यहाँ पे दोनों लव करते हैं, प्यार करते हैं एक दूसरे से। यहाँ पे हम घूमने के लिए आए, हमें ये मंदिर अच्छा लगा और यहाँ पे केरला के लोग बहुत अच्छे हैं, इसलिए हमने चूज किया कि हम यहाँ पे ही शादी करेंगे इसी मंदिर से। फ्यूचर का प्रोग्राम क्या है? इधर से अभी देखेंगे आगे क्या होता है। केरला में ही रहेगा? हाँ, कोशिश करेंगे केरला में ही रहने की, क्योंकि केरला बहुत अच्छा है और यहाँ पे रहेंगे। नहीं, पिताजी थोड़ा अगेंस्ट थे शादी के, इसलिए हम लोग आपकी स्टेट इस तरह का अगर दूसरा स्टेट होता तो आपको कोई वगैरह कुछ मिलेगा? नहीं, वैसे तो मुझे पता नहीं, लेकिन यहाँ पे मुझे लगा कि यहाँ पे अच्छा है करने के लिए शादी। यहाँ के लोग अच्छे हैं, मंदिर अच्छा है, यहाँ के लोग सपोर्ट बहुत ज्यादा करते सपोर्ट हैं। बहुत ज्यादा करते हैं। आप लोगों ने इतना प्यार दिखाया, सब कुछ किया, मुझे बहुत अच्छा लगा। दिल से आप सभी का धन्यवाद। वापस जाने के लिए सोच रहे हैं क्या? नहीं, अभी इधर ही रहने का प्लानिंग है, अभी देखते हैं। अभी नहीं। हाँ, अभी इधर देखेंगे, सोचेंगे, समझेंगे, अगर अच्छा लगेगा तो। क्या? हाँ, इधर देखते हैं, आगे अच्छा लगेगा। केरला बहुत अच्छा है और यहाँ पे देखेंगे, सेटल करेंगे। अगर अच्छा लगा तो मोनालिसा को जब तक अच्छा लगेगा देखेंगे। कितने साल का नहीं है? 6 महीने ये 6 मंथ का प्यार है, 6 मंथ का। लेकिन 6 मंथ हमारे लिए 60 ईयर्स के बराबर है, 60 साल के बराबर 6 मंथ का प्यार है हमारा, इसलिए हम लोग। आप क्या करते हैं? मैं भी एक्टर हूँ। एक्टर? जी। इसी फील्ड में इसी फील्ड में हूँ मैं भी सिनेमा।
हम लोग एक फिल्म में हम दोनों एक्टिंग करता था, दोनों का कास्टिंग हुआ उसी टाइम हम दोनों मतलब बातचीत करना चालू किया। फिर मोनालिसा प्रपोज किया मुझे, मैं मना किया शुरुआत में, लेकिन मोनालिसा बोला नहीं हमें करना है, अच्छा लग रहा है, पसंद है, इसीलिए फिर मैं भी ओके बोला। बाद में हम दोनों को लव हुआ, डीप लव हुआ। उसके बाद डिसाइड किया कि हमें शादी करना है। कि वो अभी एक्सेप्ट करेगा? नहीं, मुझे भी इसमें कुछ अच्छा नहीं, लेकिन मेरी फैमिली दूसरी जगह मेरी शादी करना चाहते थे और मुझे वो अच्छा नहीं लगा। अब आप खुश हैं? क्या था प्रॉब्लम, रिलीजन था? अभी तो खुश हूँ मैं। पिताजी को कुछ दूसरी शादी वो किस कर दी थी ना, वो किसके साथ थी? अब एक शादी अपने पिताजी ने नहीं, कोई था हमारे गांव में तो उससे मेरी शादी करना चाहते थे, लेकिन मैंने मना कर दिया कि मुझे नहीं करना। बोला पिताजी को ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മൊണാലിസയുടെ വിവാഹം തിരുവനന്തപുരത്ത് കേരളത്തിൽ വെച്ച് നടക്കുകയാണ്. മാത്രമല്ല ഇന്ന് കൊച്ചി മറൈൻ ഡ്രൈവിൽ പ്രധാനമന്ത്രി വന്ന ദിവസം കൂടിയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസത്തേക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മാത്രമല്ല നമ്മളെ ലോക പോലീസായിട്ടുള്ള അമേരിക്കൻ നേതാവ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ് ഇന്നത്തെ രാത്രി ഇറാനിന് വളരെ നിർണായകമായിട്ടുള്ള രാത്രിയാണ്, ഇന്നത്തെ രാത്രി കൊണ്ട് ഇറാൻ തകരുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകളുള്ള ഒരു ദിവസമാണ് ഇന്ന്. മാത്രമല്ല മൊണാലിസയ്ക്ക് വേണ്ടിയിട്ട് പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ആശംസകൾ നേർന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, കൂടെ ശിവൻകുട്ടി സാറും ഉണ്ടായിരുന്നു. മൊണാലിസയ്ക്ക് വേണ്ടിയിട്ട് മൊണാലിസയ്ക്ക് മംഗളാശംസകൾ നേർന്നുകൊണ്ട് മൊണാലിസയ്ക്കും ഭർത്താവ് ഫർമാൻ ഖാനും നല്ലൊരു വിവാഹ ജീവിതം ദൈവം കൊടുക്കട്ടെ, സന്തോഷവും സമാധാനം നിറഞ്ഞിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ സുലാൻ.